ഞങ്ങടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. പെരുന്നാളായിട്ട് ബിരിയാണി ഇല്ലാതെ എങ്ങനെയാല്ലേ? ആദ്യം വിചാരിച്ചു നമുക്ക് ഉണ്ടാക്കാന്നുള്ളത്. പിന്നെ തോന്നി നല്ലൊരു ദിവസമായിട്ട് നല്ലത് തന്നെ കഴിച്ചൂടെ? എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? പെരുന്നാളായിട്ട് നല്ല ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാട്ടോ അബുദാബിയിൽ ഈ അടുത്ത് ഓപ്പൺ ചെയ്ത കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ പാട്ടും തിരക്കും ഒക്കെ ആയിട്ട് ഒരു കല്യാണപ്പര പോലെ ഉണ്ടായിരുന്നു. എന്തോരം ആൾക്കാരായിരുന്നു. കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കിയില്ല. 2 ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്തു. ആ ഒരു ഗ്യാപ്പിലാട്ടോ നമ്മൾ ഈ ഒരു ഫ്രഷ് ജ്യൂസ് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടത്. ഒരുപാട് വെറൈറ്റി ജ്യൂസ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നോ ഷുഗർ, നോ ഐസ് ആണ്. അധികം വൈകാതെ തന്നെ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ ബിരിയാണി, ആള് ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ചിക്കൻ ബിരിയാണിയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് കേട്ടോ. നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തൊരു ഐറ്റമാണ് ഇത്. പക്ഷെ കണ്ടപ്പോൾ വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. ഒരുപാട് ഐറ്റം ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെമ്മീൻ തവ ഫ്രൈ ആണ് കേട്ടോ. ഇതിന്റെ മസാലയൊക്കെ അടിപൊളിയാണ്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെമ്മീൻ തവ ഫ്രൈയും ബിരിയാണിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ. അടിപൊളിയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് ഒരു ഡെസേർട്ട് സെക്ഷനിലോട്ടാണ്. ഒരുപാടുള്ളതുകൊണ്ട് ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനാണ്. ഫൈനലി ഞാൻ 2 ഫ്ലേവർ ആയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വയറും മനസ്സൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വരവാണിത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അബുദാബിയിലെ ഉമ്മൽ പാർക്കിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഈ പെരുന്നാൾ റാഹത്തായി. നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ.